ഇന്നത്തെ വിധി വന്നതോടെ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് CPM-നെ വീണ്ടും വേട്ടയാടുകയാണ്. കൊലപാതകത്തിൽ CPM-നുള്ള പങ്ക് അടിവരയിടുന്നതാണ് ഹൈക്കോടതി വിധി. തിരഞ്ഞെടുപ്പ് കാലത്ത് എതിരാളികൾക്ക് കിട്ടിയ ആയുധം കൂടിയാണിത്. പ്രതികളെ വെറുതെ വിടണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച CPM-ന് ലഭിച്ചത് ഇരട്ട പ്രഹരം. നിലവിലുള്ളവരെ വിട്ടയച്ചില്ലെന്ന് മാത്രമല്ല, വെറുതെ വിട്ട പ്രതികളായ KK കൃഷ്ണനെയും ജ്യോതി ബാബുവിനെയും അധികമായി ശിക്ഷിക്കുകയും ചെയ്തു. മുൻ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമാണ് KK കൃഷ്ണൻ. ജ്യോതി ബാബു കുന്നോത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗവും. കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന CPM-ന്റെ വാദം ഒന്നുകൂടി നിരാകരിക്കുന്നതാണ് പുതിയ വിധിയെന്ന് KK രമ പ്രതികരിച്ചു. പോരാട്ടം അവസാനിക്കുന്നില്ല, ഇനിയും മുന്നോട്ട് പോകും. കാരണം ഇപ്പോൾ ഏരിയ കമ്മിറ്റി മെമ്പർ വരെയാണ് എത്തിയിരിക്കുന്നത്. ഏരിയ കമ്മിറ്റിയിലെ CPM-ന്റെ ഏരിയ കമ്മിറ്റി മെമ്പർമാർ ഈ കൃത്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മുകളിലുള്ളവർക്ക് പങ്കുണ്ട്. ജില്ലാ നേതൃത്വത്തിന് അറിയാം, അത് ജില്ലാ നേതൃത്വം അറിയണമെങ്കിൽ സ്റ്റേറ്റ് നേതൃത്വത്തിന് അറിയാം. അറിയാതെ ഈ കൊലപാതകം നടക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പോരാട്ടം അവസാനിക്കുന്നില്ല. അതേസമയം P. മോഹനന് വിട്ടയച്ച നടപടി ശരിവെക്കുന്ന വിധി CPM-ന് അല്പം ആശ്വാസമായി. എങ്കിലും മോഹനന്റെ പങ്ക് തെളിയിക്കാൻ RMP വീണ്ടും കോടതിയെ സമീപിക്കുമെന്നത് CPM-നെ ആകുലപ്പെടുത്തുന്നുണ്ട്. 1 മുതൽ 7 വരെ പ്രതികൾ വാടകയ്ക്കെടുത്ത കൊലയാളികളാണെന്നുള്ളത് മനസ്സിലാക്കണം. അവരാരും തന്നെ CPM-കാരാണെന്നുള്ളത് അവർ ഡിഫൻസ് കേസിന് വേണ്ടി പോലും അവർ പറഞ്ഞിട്ടുമില്ല. പിന്നെ അങ്ങനെയുള്ള ആളുകൾ എങ്ങനെ വെട്ടിക്കൊല്ലാൻ വേണ്ടിയുള്ള കരാറെടുത്തു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയായിരുന്നു. ഗൂഢാലോചന കേസിൽ ഇത്രയധികം ആളുകളെ ശിക്ഷിച്ചിട്ടുള്ള മറ്റൊരു കേസുണ്ടായിട്ടുണ്ടാവില്ല. പ്രതികളെ വിട്ടയക്കുമെന്ന വലിയ പ്രതീക്ഷയുമായാണ് CPM ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത്. ഇതിനായി വീണ്ടും പ്രമുഖരായ അഭിഭാഷകരുടെ നിര തന്നെ ഉണ്ടാക്കി. വിചാരണക്കാലത്ത് TP പക്ഷത്തുണ്ടായിരുന്ന ഒരു പ്രമുഖ അഭിഭാഷകൻ ഇപ്പോൾ പ്രതികളുടെ പക്ഷത്താണ്. കേസിന്റെ മുഴുവൻ ദൗർബല്യങ്ങളും അറിയുന്ന ആ അഭിഭാഷകന്റെ സഹായം കൂടി പാർട്ടി അപ്പീലിനായി തേടിയിരുന്നു. കേരളത്തിലുണ്ടായ നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒന്ന് മാത്രമാണ് TP ചന്ദ്രശേഖരൻ വധമെന്ന് ആവർത്തിച്ച് നിസ്സാരവൽക്കരിച്ച CPM-ന് വലിയ പരുക്കാണ് പുതിയ വിധി ഉണ്ടാക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുണ്ടായ വിധി വടകരയിലെയും കണ്ണൂരിലെയും തെരഞ്ഞെടുപ്പ് രംഗങ്ങളിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. CK വിജയൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.